കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ലീഗിന്റെ പിന്തുണ. എം.വി. ഗോവിന്ദനെതിരായ പരാമർശത്തിൽ കാന്തപുരത്തെ പിന്തുണച്ച PMA സലാം രംഗത്തെത്തി. മതപണ്ഡിതർ മതം പറയുമ്പോൾ മറ്റുള്ളവർ എന്തിനാണ് ഇടപെടുന്നതെന്ന് സലാം ചോദിച്ചു. കാന്തപുരം എന്നും തെറ്റുകൾക്കെതിരെ പറയുന്നയാളാണെന്നും CPM എന്നും സ്ത്രീകൾക്കെതിരെയാണെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. CPM മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ CPM ഇടപെടുന്നത്? ഏത് മതവിഭാഗങ്ങളായിരുന്നാലും അവരുടെ അഭിപ്രായം അവരുടെ മതവിഭാഗങ്ങളോട് പറയുമ്പോൾ അതിലെന്തിനാ കയറി ഇടപെടുന്നത്? ഇസ്ലാമിനെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. M.V. ഗോവിന്ദനെതിരെയുള്ള കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ കാന്തപുരത്തെ പിന്തുണച്ചാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തെത്തിയത്. മതപണ്ഡിതർ മതം പറയുമ്പോൾ മറ്റുള്ളവർ അതിൽ എന്തിനാണ് ഇടപെടുന്നത്? മതം പറയാനും പ്രചരിപ്പിക്കാനും ഭരണഘടന അവകാശമുണ്ട്. കാന്തപുരം എന്നും തെറ്റുകൾക്ക് എതിരെ പറയുന്നയാളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ളതൊരു സ്ത്രീ. വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നത് CPM തടഞ്ഞു. CPM എന്നും സ്ത്രീകൾക്കെതിരെയാണെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. കാന്തപുരം തെറ്റുകൾക്കെതിരെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല പ്രതികരണമായിരുന്നല്ലോ. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ എപ്പോഴും ആർജവം കാണിച്ചിട്ടുള്ള നേതാവാണ് ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. ഈ കാന്തപുരത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് CPMന്റെ ഏരിയ സെക്രട്ടറിമാർ കണ്ണൂർ ഒരാൾ പോലും സ്ത്രീകളില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് M.V. ഗോവിന്ദനെ കാന്തപുരം പരിഹസിച്ചത്. 100% ശരിയല്ലേ? അത് പോട്ടെ, പോളിറ്റ് ബ്യൂറോയിൽ ആകെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു മെമ്പർ ഉണ്ടായിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു വനിത മുഖ്യമന്ത്രിയായി വന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഗൗരിയമ്മ താഴ്ന്നവരല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശൈലജ ടീച്ചർ വളരെ വലിയ ആരോഗ്യമന്ത്രി, ഇപ്പോൾ CAG റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, എന്നിരുന്നാലും അവർ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രചരിപ്പിച്ചിരുന്നല്ലോ. എന്തേ അവർ തഴഞ്ഞ്? സ്ത്രീകളെ മുന്നോട്ട് വരുന്നതിൽ ഏറ്റവും വലിയ തടസ്സം മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്, ഒരു സംശയമില്ല. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ഇനിയും കാത്തിരിക്കാനാകില്ലെന്ന് PMA സലാം പറഞ്ഞു. കാലതാമസത്തിനാണ് ജനങ്ങളോട് മറുപടി പറയാൻ കഴിയില്ല. സർക്കാരിനെ കാത്തുനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ ഉള്ളത്. പണം തരുന്ന ആളുകളോട് ലീഗിന് നീതി പുലർത്തേണ്ടതുണ്ട്. സ്വന്തം വഴി നോക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും PMA സലാം വ്യക്തമാക്കി. കേരള വിഷൻ, തിരൂരങ്ങാടി.